സോ ഗൈസ്, യൂട്യൂബിലൂടെ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടി, അതും അനിമൽസിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ട് മാത്രം യൂട്യൂബിലൂടെ നല്ലപോലെ ഏൺ ചെയ്യാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതിനാകെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചൈനീസ് ആപ്പാണ്. ചൈനീസ് ആപ്പിലൂടെയാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചൈനീസ് ആപ്പിലൂടെ വരുന്ന അനിമൽസിൻ്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലും ഷോർട്സ് ആയിട്ട്, അതായത് ഇൻസ്റ്റഗ്രാമിൽ റീൽസും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ചൈനയിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ബാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ്. കാരണം അവിടെ വേറെ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെയുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ, അതായത് യൂട്യൂബ് ഷോർട്സിൽ ഇട്ടാലും നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടൂല. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നത്. സോ ഇതിനു മുമ്പ് നമുക്ക് ഈ ആനിമൽസിൻ്റെ വീഡിയോസ് ഇട്ട് ഡെയിലി ഏൺ ചെയ്യുന്ന ഒരു 2-3 അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഏകദേശം എത്രത്തോളം അനിമൽസിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. സോ ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്യൂ എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഏത് ചാനലിൻ്റെ ഇത് അടിച്ചു കൊടുത്താലും നമുക്ക് കറക്റ്റ് എസ്റ്റിമേറ്റ് റവന്യൂ അവർ പറഞ്ഞു തരും. സോ ഇപ്പം ഞാൻ അടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ SRH ഫണ്ണി ക്യാറ്റ്സ് എന്ന് പറയുന്നതാണ്. കൺട്രി ഇന്ത്യയിലുള്ളൊരു ആളുടെ യൂട്യൂബ് ചാനലാണിത്. ഇതിലെന്താണ് വരുന്നതെന്ന് വെച്ചാൽ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൂച്ചകളുടെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസാണ് പുള്ളി ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടത് പുള്ളി എന്ന് പറഞ്ഞാൽ 1 ഇയറിന് മുമ്പാണ്. 1 ഇയറിന് മുമ്പ് പുള്ളി വീഡിയോ ഇട്ടതിന് 2.9K വ്യൂസ് ഉണ്ട്. ടോട്ടൽ വ്യൂസ് 34.3 മില്യൺ വ്യൂസാണ് പുള്ളിക്ക് ടോട്ടലായിട്ടുള്ളത്. 1 ഇയർ മുമ്പാണ് പുള്ളി ഇത് നിർത്തിയത്. ഇപ്പോൾ 1 ഇയറോളമായി പുള്ളി വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് 113K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് എസ്റ്റിമേറ്റ് റവന്യൂ നോക്കാം. എസ്റ്റിമേറ്റ് റവന്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ $80 to $135. അതായത് ആളിപ്പോഴും വീഡിയോ ഇടാണ്ടിരുന്നിട്ട് തന്നെ ആൾക്ക് കിട്ടുന്ന റവന്യൂ ആണ് $135. $135 എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. 10,000-ൻ്റെ മേളിലുണ്ട് ആൾക്ക് 1 ഇയറായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നിട്ട്. സോ ഇതിൽ നിന്ന് നല്ലപോലെ ഏൺ ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് ഏൺ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോ ഗൈസ്, ഇത് ചെയ്യാനായിട്ട് ആകെ 3 സ്റ്റെപ്സുകളാണുള്ളത്. 1, ചൈനീസ് ആപ്പിൽ നിന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക. 2, CapCutൽ കയറി നമ്മൾ ആ വീഡിയോസിലുള്ള ക്യാപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള കോപ്പിറൈറ്റ് കിട്ടാത്ത മ്യൂസിക് ആഡ് ചെയ്യുക. 3, നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഏൺ ചെയ്ത് തുടങ്ങാം. പിന്നെ ഒരു കാര്യം പറയാം, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ ചാനൽ എന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് അവർ നിർത്തിയതാണ്. 1 വർഷത്തോളമായി അവർ വീഡിയോസ് ഇട്ടിട്ട് തന്നെ. എന്നിട്ട് തന്നെ അവർക്ക് കിട്ടുന്നത് $136. $136 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി ഏകദേശം എത്രയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഈ സൈഡിലായിട്ട് ഇട്ടേക്കാം എത്ര രൂപയാണെന്നുള്ളത്. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ചെന്നിട്ട് അനിമൽസ് വീഡിയോസെന്നോ അനിമൽസ് ഫണ്ണി വീഡിയോസെന്നോ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോസ് ഷോർട്സിൽ എത്രത്തോളം പോകുന്നുണ്ടെന്ന്. അതായത് ഒരു വീഡിയോയ്ക്ക് തന്നെ ചിലപ്പോൾ 36 crore ഒക്കെ കിട്ടിയേക്കണ വ്യൂവേഴ്സ് ഉണ്ട്, 36 മില്യൺ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. കാരണം അനിമൽസിൻ്റെ വീഡിയോസിൽ എന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ കിഡ്സ് കാണും, മുതിർന്നവർ കാണും, പിന്നെ അഡൾട്ട്സ് കാണും. ചുമ്മാ ഇരിക്കുമ്പോൾ വരുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സോ ആദ്യം ഒരു ചൈനീസ് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് ഒരു ചൈനീസ് ആപ്പിൻ്റെ പേരാണ് ഷിങ്ഷാനോ അങ്ങനെ എന്താണ്ടാണ് ആപ്പിൻ്റെ പേര്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ആപ്പിൻ്റെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ചുമ്മാ അല്ലാണ്ട് ടൈപ്പ് ചെയ്യാൻ നോക്കിയൊരു ചൈനീസ് വേർഡാണ്. നമ്മൾ ആപ്പ് സ്റ്റോറിലും ഉണ്ട്, പ്ലേ സ്റ്റോറിലും ഉണ്ട്. സോ അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലവർക്ക് ചെറിയൊരു പണി കിട്ടുന്നുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ലോഡിങ് ഉണ്ടാവും. ലോഡിങ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലോഗിൻ എന്ന് പറയുന്ന ഇതാണ് ലോഗിൻ മെത്തേഡ്. ചിലവർക്ക് ഇത് വരില്ല. അതായത് ഇവിടെ ആയിരുന്നു എൻ്റെ, അതായത് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ജിമെയിൽ അങ്ങനെ ഏതെങ്കിലും വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ VPN ആയിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രം ഇത് ചെയ്യുക. അതായത് VPN പറയുമ്പോൾ ടർബോ VPN എന്ന് പറയുന്ന ഒരു VPN ഉണ്ട്, അല്ലെങ്കിൽ 111 എന്ന് പറയുന്ന ഒരു VPN ഉണ്ട്. ഇതിൽ കൂടെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. സോ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതൊന്നുകൂടെ കളഞ്ഞിട്ട് ആ ചൈനീസ് ആപ്പ് ഒന്നുകൂടെ എടുക്കുക. അപ്പോൾ ലോഡിങ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗൂഗിൾ കൊടുക്കുക.
എഗ്രി വിത്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇമെയിൽ കൊടുത്ത് എഴുതി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും വെൽക്കം മെയിൽ ഏജ്, അതിൽ മെയിൽ കൊടുക്കുക, ഏജ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരില്ല. ഇതിൽ കാറ്റഗറി ചോദിക്കും. നാല് കാറ്റഗറി എങ്കിലും മിനിമം കൊടുക്കാനാണ് ഇവർ പറയുന്നത്. സോ കാറ്റഗറീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പല കാറ്റഗറീസ് ഉണ്ട്. സോ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോണ പെറ്റ്സിൻ്റെ അല്ലേ, അപ്പോൾ ആനിമൽസിൻ്റെ മാത്രം കാറ്റഗറി കൊടുക്കാൻ നോക്കുക. കാരണം ആനിമൽസിൻ്റെ കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആനിമൽസിൻ്റെ വരില്ല എന്തായാലും വരുന്നത്, പിന്നെ ബാക്കി എല്ലാത്തിനെ കുറിച്ചുള്ള കേസ് കെട്ടുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും. സോ നമ്മൾ ആനിമൽസിൻ്റെ മാത്രം കൊടുക്കുക. എക്സ്പ്ലോർ പേജ് വരും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ വീഡിയോസ് കാണാം. ഇപ്പോൾ ആനിമൽസിൻ്റെ ആണെങ്കിലും ഓരോരോ ഇതിൻ്റെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ താഴെ കോപ്പി ലിങ്ക് ഉണ്ടോ, കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിൽ പോയിട്ട് ഇതേ ഐറ്റത്തിൻ്റെ സ്പെല്ലിങ് കണ്ടിക്കുക. എന്താണ് സോ ആപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കിട്ടിയില്ല. സോ ഇങ്ങനെ വരും. വീഡിയോ ഡൗൺലോഡറിൻ്റെ ആപ്പിൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ അടിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തൊട്ട് താഴെയായിട്ടൊരു ഇത് കണ്ടോ, തൊട്ട് താഴെ ആപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. ബട്ട് ഞാൻ എന്തായാലും താഴെ സൈഡിൽ കൊടുക്കാം. അത് കൊടുത്തിട്ട് വീഡിയോ ഡൗൺലോഡറിന് അടിക്കുക. അത് കൊടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റായിട്ടൊരു ഇത് ലിങ്ക് വരും. ലിങ്കിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് പേസ്റ്റ് ലിങ്ക് ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ വീഡിയോ ഏതാണോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലിങ്ക് കോപ്പി ചെയ്ത് അതിവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. പേസ്റ്റ് അത് കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും. അതിലായിട്ട് ഡൗൺലോഡ് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതങ്ങ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ വീഡിയോ വന്നിട്ടുണ്ട്. സോ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ടൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ഡൗൺലോഡ് എന്ന് ഇതിൽ ഓപ്ഷൻ കണ്ടോ, ഇതിൽ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്ഷൻ വരും ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാപ്കട്ട് ആപ്പിലേക്ക് ഈ വീഡിയോ ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോയിലുള്ള വോയിസ് മ്യൂട്ട് ചെയ്തിടുക. മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഡിയോ കണ്ടുപിടിക്കണം. അതായത് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഓഡിയോ കിട്ടാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫണ്ണി ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് ഓഡിയോസിലുണ്ടാവും നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടത്. അതിൽ ഫണ്ണി ഓഡിയോ എന്ന് അടിക്കുമ്പോൾ അതിലുള്ള ഏതെങ്കിലും ഓഡിയോ എടുത്താൽ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുക്കണം. കാരണം അതിൽ കോപ്പിറൈറ്റ് ഇല്ല, അവിടുത്തെ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടുന്നതല്ല. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്യാപ്കട്ടിൽ ചെന്നിട്ട് ക്യാപ്കട്ടിൽ നിന്ന് നിങ്ങളിത് ഈ മ്യൂസിക്കായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഫക്ട്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്യാപ്ഷൻ എന്തെങ്കിലും നല്ലൊരു ക്യാച്ചപ്പായിട്ടുള്ള ക്യാപ്ഷനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമില്ല. ആ വീഡിയോയിൽ തന്നെ ക്യാപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വീഡിയോ ആണ് ഇപ്പോൾ ഓണറും പൂച്ചയായിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ളതാണെങ്കിൽ ചാറ്റ് GPT ചെല്ലുക. എന്നിട്ട് എന്താണ് ആ വീഡിയോനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്യാപ്ഷൻ തരാൻ പറയുകയാണെങ്കിൽ ചാറ്റ് GPT അടിപൊളിയായിട്ട് ക്യാപ്ഷൻ തരിക. ആ ക്യാപ്ഷൻ ഇടുകയാണെങ്കിൽ നല്ലപോലെ വ്യൂവേഴ്സ് കയറും. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോയോ മാത്രം ഇടുക. അതിൽ കൂടുതലിട്ടാൽ അക്കൗണ്ട് ശരിക്കും എൻഗേജ്മെൻറ്റ് കുറയുള്ളൂ, കൂടാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി 1-2 വീഡിയോസ് മാത്രം ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ChatGPT-നോട് ക്യാപ്ഷൻ ചോദിക്കുക. ChatGPT അടിപൊളി ക്യാപ്ഷൻസ് വരും. ആ ക്യാപ്ഷൻസ് യൂസ് ചെയ്യുക. ക്യാപ്ഷൻസ് യൂസ് ചെയ്ത് നല്ലപോലെ വ്യൂവേഴ്സ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ചെയ്ത് നോക്കുക. നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുള്ള ഇൻഡസ്ട്രിയാണ് ഇത്. കോപ്പി പേസ്റ്റ് എന്നാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ ഏത് വഴി സെർച്ച് ചെയ്താലും ഇപ്പോൾ കുറേ പേര് ചെയ്യുന്നുള്ള ഇതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ അത് ചെയ്യുക, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഞാനിപ്പോൾ $2000-3000 ഏൺ ചെയ്യാമെന്ന് ഒറ്റയടിക്ക് പറയണമെന്നില്ല. ബട്ട് ഏൺ ചെയ്യാൻ പറ്റും. കുറേ പേര് ഏൺ ചെയ്യുന്നതാണ്. ബട്ട് $100-200 എങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയാൽ അത് നല്ല കാര്യമല്ലേ. സോ അങ്ങനെ ഏൺ ചെയ്യാൻ നോക്കുക. ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.